ആരെങ്കിലും അപകടപ്പെടുത്തരുത്, ഏതെങ്കിലും തരത്തിലുള്ളതായ തെറ്റായ ക്രമത്തിലേക്ക് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് കുട്ടികളൊന്നും തന്നെ കൊണ്ടുപോകുന്നത് തടയുന്നതിന്റെ ഭാഗമായിട്ടാണ് പോലീസ് അതീവ സുരക്ഷിതം. ഇന്ന് 7 മണി മുതൽ പോലീസുകാർ സ്പെഷ്യലായിട്ട് സ്കൂൾ പരിസരങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ട് കറങ്ങുന്നുണ്ട്. അപ്പൊ അങ്ങനെ കഴിഞ്ഞ വർഷം ഉണ്ടായ ഒരു കാര്യം ഞാൻ പറയാണ്. ഇങ്ങനെ സ്കൂൾ തുറക്കുന്ന സമയത്ത് സബ് ഇൻസ്പെക്ടർമാർ വാഹനം തടഞ്ഞു നിർത്തി വാഹനത്തിന് സ്പീഡ് കുറപ്പിക്കും. നാട്ടിൽ വണ്ടി ഓടിക്കുന്ന ഹൈ സ്പീഡിൽ ഓടിക്കുന്ന ആൾക്കൊക്കെ അറിയണം എന്താണ്, സ്കൂൾ തുറക്കുന്ന സമയത്ത് പോലീസ് റോഡും മേലെ ട്രാഫിക് ഡ്യൂട്ടി ധാരാളം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പിടിക്കപ്പെടും. അതുകൊണ്ട് എല്ലാം ഒന്ന് സ്പീഡ് കുറയ്ക്കും. എല്ലായിടത്തും പോലീസിനെ കാണുമ്പോൾ അങ്ങനെയല്ലേ, അച്ഛന്റെ കൂടെ അമ്മേന്റെ കൂടെ ഒക്കെ വണ്ടിയിൽ പോകുമ്പോൾ പോലീസിനെ കാണുമ്പോൾ ഒന്ന് സ്പീഡ് കുറയ്ക്കലുണ്ടോ? അച്ഛനും അമ്മയൊക്കെ കുറയ്ക്കും. എല്ലാ വണ്ടിക്കാരും പോലീസിനെ കാണുമ്പോൾ, യൂണിഫോം കാണുമ്പോൾ വണ്ടീന്റെ സ്പീഡ് കുറയ്ക്കും. അങ്ങനെ സ്പീഡ് കുറയുന്നതിലൂടെ ഏതെങ്കിലും ഒരു കുഞ്ഞെങ്കിലും രക്ഷപ്പെടുന്നുണ്ടാവും, ഏതെങ്കിലും ഒരു അപകടം ഒഴിവാക്കി കിട്ടുന്നുണ്ടാവും. അങ്ങനെ ഒരു സബ് ഇൻസ്പെക്ടർ ഇങ്ങനെ വാഹനം പരിശോധിക്കുന്ന സമയത്താണ് ഒരു 100-110 സ്പീഡിൽ ഒരു വണ്ടി പറന്നു വരുന്നു. ഡ്യൂക്ക് ബൈക്ക് കേട്ടിട്ടുണ്ടോ? ആ ഡ്യൂക്ക് ബൈക്കാണ്. ഒരു 10-25 വയസ്സ് പ്രായമുള്ള ഒരു പയ്യൻ ഒരു ഡ്യൂക്ക് ബൈക്കിന്റെ മുകളിൽ പറന്നു വരുന്നു. അതിയായ സ്പീഡ് വരുന്ന സമയത്ത് സബ് ഇൻസ്പെക്ടർ കൈ കാണിച്ചു. വണ്ടി ഒരു ബ്രേക്ക് ഇട്ടു. വണ്ടി അവിടെ നിർത്തി. സബ് ഇൻസ്പെക്ടർ വിചാരിച്ചു വണ്ടി നിർത്തുന്നുണ്ടാവില്ല, അത്രയും സ്പീഡിലാവുന്നതിൽ പോകുന്നു വിചാരിച്ചു. എന്നാൽ ഇവിടെ കറക്റ്റ് വണ്ടി നിർത്തി. വണ്ടി നിർത്തുന്ന സമയത്താണ് ഈ ബൈക്കിന്റെ പിറകിൽ ഒരു പറ്റി പിടിച്ച് ഒരു കുട്ടിയും ഇരിക്കുന്നുണ്ട്. ഒരു 5ലോ 6ലോ പഠിക്കുന്ന ഒരു കുട്ടി, ബാഗും ഒക്കെ പുറകിലുണ്ട്. ഈ കുട്ടി പിറകുന്നിങ്ങനെ അടർത്തി മാറ്റി പോലെ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടപ്പോൾ അങ്ങനെ സംഭവിച്ചു.